ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലെ പട്ടാമ്പി. മണ്ണേങ്കോട് പ്രഭാപുരം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം KPCC എക്സിക്യൂട്ടീവ് അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. മണ്ണേങ്കോട് പ്രഭാപുരം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രഭാപുരത്തു നിന്നും തുടങ്ങിയ പ്രകടനം പുതുശ്ശേരി പടിയിൽ റോഡ് ഉപരോധത്തോടെ അവസാനിച്ചു. ഉപരോധ സമരം KPCC എക്സിക്യൂട്ടീവ് അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് പേർ യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന ഈ റോഡ് നിരവധി വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ യാത്രകൾക്കുൾപ്പെടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള യാത്രകൾ ചെയ്യേണ്ട ഈ ഒരു പാത നമുക്കൊരിക്കലും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ട് ഒരുപാട് കാലങ്ങളായി. ഇവിടെ ഇല്ലാത്ത ന്യായങ്ങളും മുട്ടാപ്പോക്ക് ന്യായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്യേണ്ട ജോലി ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു. UDF ഈ റോഡുമായി ബന്ധപ്പെട്ട അതിശക്തമായിട്ടുള്ള സമരം തീരുമാനിച്ച് ആ സമരം സോഷ്യൽ മീഡിയയിൽ അത് ഔട്ട് ചെയ്ത് 1-2 മിനിറ്റുകൾക്കുള്ളിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് തിരിഞ്ഞപ്പോഴേക്ക് അതാ മറ്റൊരു പോസ്റ്റർ വരുന്നു. ഈ റോഡുമായി ബന്ധപ്പെട്ട് വലിയൊരു ഫണ്ട് അനുവദിച്ചു എന്നത്. എന്റെ പ്രിയപ്പെട്ട ഈ വാർഡിന്റെ മെമ്പർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരോട് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്, UDFന്റെ ഒരു സമരം പ്രഖ്യാപിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ, നിങ്ങൾക്ക് ഈ നാടിനോട് ഒരു പ്രതിബദ്ധതയും ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദിനേശ് കരിമ്പനക്കൽ, അഞ്ചാമാട് UDF ചെയർമാൻ PP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ദിനേശ് കരിമ്പനക്കൽ, UDF കൊപ്പം പഞ്ചായത്ത് ചെയർമാൻ T റിയാസുദ്ദീൻ, കൺവീനർ രവി സരോവരം, കൊപ്പം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AK മുസ്തഫ, കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി MTA വഹാബ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനിൽ പുലാശ്ശേരി, കുലിക്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് നൂറുദ്ദീൻ ചുണ്ടമ്പറ്റ തുടങ്ങിയവർ നേതൃത്വം നൽകി.